നിലവിലെ പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒരു ചെറിയ കഥയാണ്. ഒരിക്കൽ ഒരു അരുവിയിൽ നിന്ന് ഒരു ആട് വെള്ളം കുടിക്കുകയായിരുന്നു. ഇത് കണ്ട കുറുക്കൻ ആ അരുവിയുടെ താഴ്ഭാഗത്ത് ചെന്നുകൊണ്ട് വെള്ളം കുടിക്കുവാൻ തുടങ്ങി. എന്നിട്ട് ആടിനോട് വിളിച്ചു പറഞ്ഞു, നീ അവിടെ നിന്ന് വെള്ളം കുടിക്കരുത്, നീ എന്റെ വെള്ളം കലക്ക് വെള്ളമാക്കി കളയുകയാണ്, നീ അത് മോശമാക്കുകയാണ്, അവിടെ നിന്ന് നീ പോകണം. അപ്പോൾ ആട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഞാൻ താഴ്ഭാഗത്ത് നിന്നുകൊണ്ട് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് അരുവിയുടെ താഴ്ഭാഗത്തേക്ക് ചെന്നു. അപ്പോൾ കുറുക്കൻ ഒരു പ്രശ്നം സൃഷ്ടിക്കുവാൻ എന്ന ഭാവത്തിൽ വീണ്ടും ആട് കുടിക്കുന്നതിന്റെ അരികിൽ നിന്ന് അരുവിയുടെ താഴ്ഭാഗത്ത് നിന്ന് വെള്ളം കുടിക്കുവാൻ തുടങ്ങി. വീണ്ടും ഇതേ കാര്യം വിളിച്ചു പറഞ്ഞു. അവർ ഇരുവരും വീണ്ടും പ്രശ്നത്തിൽ ഏർപ്പെട്ടു. അത് വലിയൊരു തർക്കമായി മാറി. ഇത് തന്നെയാണ് നാം ഇപ്പോൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധവും. ഒരു കാരണവുമില്ലാതെ വെറുതെ ഒരു പ്രശ്നം സൃഷ്ടിക്കുവാൻ വേണ്ടി മാത്രം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ മറ്റൊരു രാജ്യം ചോദ്യം ചെയ്യുന്ന വളരെ വേദനാജനകവും നീചവുമായ പ്രവൃത്തി. നാം ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം. ലോകം കണ്ട ഏറ്റവും ക്രൂരന്മാരിൽ ഒരാളായ അഡോൾഫ് ഹിറ്റ്ലറിനെ പോലെയാണോ, അതോ ലോകത്തിന് ധാരാളം നല്ല നല്ല സംഭാവനകൾ നൽകിയ അബ്രഹാം ലിങ്കൺ, മഹാത്മാഗാന്ധി, മദർ തെരേസ തുടങ്ങിയവരെ പോലെയാണോ ലോകം നമ്മെ ഓർക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്? അത് നമ്മുടെ പ്രവൃത്തികളാണ്, നമ്മുടെ പെരുമാറ്റമാണ്. അവസാനമായി ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെല്ലാം അവസാനിച്ച് ശാന്തിയും സമാധാനവും എല്ലായിടത്തും നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു.